ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഹൃദയാരോഗ്യം, ഹാർട്ട് ഹെൽത്ത് സംരക്ഷിക്കാൻ ഭക്ഷണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നീ പോഷകങ്ങൾ ധാരാളമടങ്ങിയ ഭക്ഷണങ്ങളാണ് ഹാർട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ സഹായിക്കുന്നത്. ഹൃദയത്തെ ആരോഗ്യകരവും രോഗവിമുക്തവുമാക്കി മാറ്റുന്നതിന് ഭക്ഷണങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെയധികമാണ്. കൂടാതെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി ജീവിതശൈലിയിൽ അല്പം മാറ്റം വരുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതായത് ദിവസവും എക്സസൈസ് ചെയ്യണം, മദ്യപാനവും പുകവലിയും ഉപേക്ഷിക്കണം, സ്ട്രെസ് കുറയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ കൂടി ചെയ്യുന്നതും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും. ഹൃദയാരോഗ്യം അഥവാ ഹാർട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്താൻ ഈ പറയുന്ന ഭക്ഷണങ്ങളാണ് ഡെയിലി ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഹാർട്ട് ഹെൽത്ത് സംരക്ഷിക്കാനായി നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണമാണ് ആസ്പരാഗസ് എന്ന ശതാവരി. ഫോളേറ്റിന്റെ മികച്ച ഉറവിടമാണ് ശതാവരി. ഇത് ഹോമോസിസ്റ്റീൻ എന്ന അമിനോ ആസിഡ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് തടയാൻ സഹായിക്കുന്നു. ഉയർന്ന ഹോമോസിസ്റ്റീൻ അളവ് കൊറോണറി ആർട്ടറി ഡിസീസ്, സ്ട്രോക്ക് തുടങ്ങിയ ഹൃദയ സംബന്ധമായ അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും. അതിനാൽ ഇത്തരം അവസ്ഥകൾ ഒഴിവാക്കേണ്ടതിന് ശതാവരി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തത് മത്സ്യം. ക്രമം തെറ്റിയ ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം കുറയ്ക്കുക, ഹൃദയധമനികളിൽ പ്ലേക്ക് ഉണ്ടാകുന്നത് കുറയ്ക്കുക. ഇവയ്ക്കെല്ലാം പരിഹാരമേകാൻ ഒമേഗ 3 കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഒമേഗ 3 കഴിക്കുന്നത് മൂലം രക്തത്തിൽ ഉയർന്ന തോതിൽ കൊഴുപ്പടങ്ങിയ ആളുകളിൽ ഹൃദ്രോഗ സാധ്യത 16% കുറയ്ക്കുകയും ചീത്ത കൊളസ്ട്രോൾ അഥവാ LDLന്റെ അളവ് കൂടിയവരിൽ ഹൃദ്രോഗ സാധ്യത 14% കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അതിനാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുക. അടുത്തത് വാൽനട്ട്. വാൽനട്ടുകൾ ഹൃദയാരോഗ്യത്തിനായി കഴിക്കാവുന്നവയാണ്. ആഴ്ചയിൽ 5 ഔൺസ് വാൽനട്ട് കഴിക്കുന്ന ഒരാൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത 50% കുറവായിരിക്കും. ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കാൻ വാൽനട്ട് സഹായിക്കും. കൂടാതെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ അപൂർവം ഭക്ഷണങ്ങളിലൊന്നാണ് വാൽനട്ട്. അടുത്തത് പയർവർഗ്ഗങ്ങൾ. ബീൻസ്, പീസ്, ചിക്ക് പീസ്, ലെൻറ്റിൽസ് തുടങ്ങിയ പയർവർഗ്ഗങ്ങൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ്. ഇവയെല്ലാം ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അഥവാ LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഇവയിൽ നാരുകൾ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡന്റ്, പോളിഫീനോൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഈ പോഷകങ്ങളെല്ലാം ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഹൃദ്രോഗമുള്ളവരും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ പയർവർഗ്ഗങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തത് ബെറീസ്. ബെറികളിൽ ആൻറ്റി ഓക്സിഡന്റ്, പോളിഫീനോൾസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് ഹൃദ്രോഗത്തിന്റെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഫൈബർ, ഫോളേറ്റ്, അയൺ, കാൽഷ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവയുടെ മികച്ച ഉറവിടം കൂടിയാണ് ബെറീസ്. കൂടാതെ ഇവയിൽ കൊഴുപ്പും കുറവാണ്. അതിനാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനായി ബെറീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് ബ്രൊക്കോളി. ആവിയിൽ വേവിച്ച ബ്രൊക്കോളി പതിവായി കഴിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ഹൃദ്രോഗത്തെ തടയുകയും ചെയ്യുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിനാൽ ഹൃദ്രോഗമുള്ളവർ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ബ്രൊക്കോളി ഉൾപ്പെടുത്തുക. അടുത്തത് ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും. ഈ വിത്തുകളിൽ ആൽഫ ലിനോലെനിക് ആസിഡ് പോലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ സമ്പന്നമായ ഉറവിടമാണ്. ഇവ ട്രൈഗ്ലിസറൈഡ്സ്, LDL, ടോട്ടൽ കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഒമേഗ 3ക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ഇവ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ധമനികളിൽ ഫാറ്റി പ്ലേക്കുകൾ അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. ത്രോംബോസിസ് തുടങ്ങിയ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചേക്കാവുന്ന വൈകല്യങ്ങളുടെ അപകട സാധ്യത ഒമേഗ 3 കഴിക്കുന്നത് മൂലം കുറയ്ക്കുന്നതിന് സാധിക്കുന്നു. അതിനാൽ ഹൃദ്രോഗമുള്ളവർ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഫ്ലാക്സ് സീഡുകളും ചിയ സീഡുകളുമൊക്കെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തത് ഡാർക്ക് ചോക്ലേറ്റ്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ് ഡാർക്ക് ചോക്ലേറ്റ്, പക്ഷേ മിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ. അടുത്തത് ഗ്രീൻ ടീ. ഹൃദയാരോഗ്യത്തിനുള്ള മികച്ച പാനീയമാണ് ഗ്രീൻ ടീ. കഫീന്റെ പ്രതികൂല ഫലങ്ങളെ സന്തുലിതമാക്കുന്ന ഗ്രീൻ ടീയിലെ പോളിഫീനോളുകളാണ് ഇതിന് കാരണം. ധാരാളം ഗുണങ്ങളുള്ള ഒരു ആരോഗ്യകരമായ പാനീയമാണ് ഗ്രീൻ ടീ. ശരീരഭാരം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഗ്രീൻ ടീ വളരെ നല്ലതാണ്. ആത്രോസ്ക്ലെറോസിസ് മൂലമുണ്ടാകുന്ന പക്ഷാഘാതവും ഹൃദയാഘാതവും തടയാൻ ഗ്രീൻ ടീക്ക് കഴിയും എന്ന് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിനാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ ഹൃദ്രോഗമുള്ളവരും അല്ലാത്തവരുമൊക്കെ ഗ്രീൻ ടീ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തത് ഓട്സ്. ഓട്സ് ലയിക്കുന്ന നാരുകളാൽ സമ്പുഷ്ടമായതിനാൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. 2008 പഠനങ്ങളുടെ അടിസ്ഥാനപരമായി ഓട്സ് ഉൽപ്പന്നങ്ങൾ യാതൊരു പ്രതികൂല ഫലങ്ങളും കൂടാതെ LDLും
ടോട്ടൽ കൊളസ്ട്രോളും ഗണ്യമായി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുവെന്ന് കണ്ടെത്തി. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഹൃദ്രോഗമുള്ളവർ ഓട്സ് ഉൾപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും. ഇത് പ്രമേഹമുള്ളവർക്കും ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് കഴിക്കാവുന്നതാണ്. ഹൃദ്രോഗമുള്ളവർക്കും ഈ ഭക്ഷണങ്ങൾ കഴിക്കാം. ആരോഗ്യകരമായ ജീവിതശൈലി തുടരണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനായി ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്